ഹായ്. ഷാഹി കബീർ രചനയും സംവിധാനവും നിർവഹിച്ച് ജംഗ്ലി പ്ലിഷേഴ്സിന്റെയും ഫെസ്റ്റിവൽ സിനിമാസിന്റെയും കീഴിൽ വിനീത് ജെയിൻ, രതീഷ് അമ്പാട്ട്, രഞ്ജിത്ത് EVM, ജോജോ ജോസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് റോന്ത്. ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു ഇവർ രണ്ടുപേരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പോത്തന്റെ ഓരോ സീക്വൻസും അതേപോലെ മാത്യുവിന്റെ ആണെങ്കിലും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. റോഷനും മാത്യുവും മത്സരിച്ച് അഭിനയിച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പോത്തൻ ഉയർന്ന ഓഫീസറും റോഷൻ കോൺസ്റ്റബിളും ആണ്, ഡ്രൈവറും ആണ്. അപ്പൊ അവർ തമ്മിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പോഴത്തുള്ള ഒരു പ്രഷറിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതും എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മൾ ഒരു പോലീസ് ഓഫീസേഴ്സിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് വരുന്നു, ആ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരിറങ്ങുന്നു, എന്നിട്ട് ആ കേസിലെ പ്രതിയെ കണ്ടുപിടിക്കുന്നു, ആ കേസിലെ പ്രതിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂവി അവസാനിക്കുന്നു. അങ്ങനെയാണ് മിക്കവാറും പോലീസ് ഓഫീസറായിട്ടുള്ള മൂവീസ് വരുമ്പോൾ നമ്മൾ കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ശരിക്കും അവരുടെ ലൈഫാണ് കാണിക്കുന്നത്. ഒരു കോൺസ്റ്റബിളിന്റെ ആണെങ്കിലും അതിന്റെ മേലെയുള്ള ഒരു ഓഫീസറുടെ ആണെങ്കിലും അവരുടെ ലൈഫ്, അവരൊരു ദിവസം അല്ലെങ്കിൽ അവര് ഇതിൽ കാണിക്കുന്ന ഒരൊറ്റ ദിവസത്തെ മാറ്റർ ആയിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ അവരുടെ ലൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ദിവസം അവര് ഈ ഒരു ചെക്കിങ്ങിന് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന്റെ അവസാനത്തിലാണ് ഈ പടം അവസാനിക്കുന്നത് തന്നെ. പക്ഷെ ആ ഒരു പ്രശ്നമായിട്ടല്ല ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പോകുന്ന വഴിക്ക് ചെക്കിങ് നടത്തുന്നു. അതായത് കള്ളു പിടിച്ച ആൾക്കാരെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അവരെ ചെക്ക് ചെയ്യാൻ പോകുന്നു. അതിലിടയ്ക്ക് ഒരു കേസ് വരുന്നു, അവിടെ പോകുന്നു, അവിടെ പോയി അത് അന്വേഷിക്കുന്നു, വീണ്ടും സ്റ്റേഷനിലോട്ട് വരുന്നു. അങ്ങനെ റോന്ത്, അതായത് പട്ടം ചുറ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അതായത് രാത്രിയാണല്ലോ ഇവര് ഇതിന് പോകുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അതിലിടയ്ക്ക് ദിലീഷ് പോത്തന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ റോഷൻ മാത്യുവിന്റെ ലൈഫും കാണിക്കുന്നുണ്ട്. ഇവരുടെ രണ്ട് ലൈഫും ഭയങ്കര ട്രാജഡിയാണ്. ഇപ്പോ ദിലീഷ് പോത്തന്റെ ആണെങ്കിൽ മൂപ്പരെ വൈഫ് പ്രഗ്നൻസി ടൈമിൽ കൊച്ചു മരിച്ചതിന്റെ ഡിപ്രഷനിൽ ചെറിയ മാനസികമായിട്ടുള്ള ഒരു അസുഖം വരുന്നുണ്ട്. അതായത് നമ്മുടെ ദിലീഷ് പോത്തനോടൊരു സംശയം ഉള്ള ഒരു പോലത്തെ ഒരു ക്യാരക്ടറാണ് വൈഫിൻ്റെത്. അതേപോലെ റോഷൻ മാത്യുവിന്റെ ആണെങ്കിൽ വൈഫും ഭാര്യയും അമ്മയും. അപ്പോൾ അവരുടെ ലൈഫിലാണെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ, കൊച്ചിന് വയ്യാത്ത കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് അതും പോകുന്നുണ്ട്. അതിലിടയ്ക്ക് ഇവർ ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കൈകോർക്കലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം മിക്കവാറും സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇവർക്ക് ഒരു കേസ് ഉണ്ടായ സമയത്ത് മറ്റുള്ള പോലീസ് ഓഫീസേഴ്സ് ഇവരെ ഇട്ടുകൊടുക്കുന്ന സീൻ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആവാനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ പലരും പോകും. അത് സ്വാഭാവികമാണ്. കാരണം ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ അതിൽ പകുതി ആൾക്കാരും പറഞ്ഞത് ഞാനിന്ന് പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന പലരുടെയും മനസ്സിൽ ഈ ഒരു സിനിമ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞു പോവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ സിനിമയിൽ ശരിക്കും പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും സിനിമയിൽ നായകൻ രക്ഷപ്പെടുന്ന സീനുകളാണ് മിക്കവാറും കാണാറുള്ളത്. പക്ഷെ ആ ഒരു സീനൊന്നും ഈ സിനിമയിലില്ല. ഇതില് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുമെന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അതിൽ ഒരുത്തൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ റോഷൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോകും. പോത്തനെ പോലീസുകാർ കൊണ്ടുപോകുന്ന സീനിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, അതിലിടക്ക് പാടുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ എല്ലാ ഡയലോഗും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമാണ് ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തൊട്ട് പാടാതെ ചുമ്മാ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നുള്ള സീനുകളൊക്കെ. അതിൽ പല സീനുകളും നമുക്ക് ഭയങ്കര ഡെപ്ത് തരുന്ന സീനുകളുണ്ട്. അതായത് ഒരു പെങ്കുച്ച് ഒരു അമ്മ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സീന്, ആത്മഹത്യ ചെയ്ത് തൂങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റോഷൻ പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം അവർ കാണുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളും എല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം നടക്കുന്ന കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും ശരിക്കും ഈ പോലീസിന്റെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ടാവും. അതൊക്കെ ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ
ഇതിന്റെ ക്ലൈമാക്സിൽ നമ്മുടെ ഒരു സീൻ വരുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു ബോണ്ട് കാണിക്കുന്നത്. ഇതിലിടക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ പോകുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു ദളിത് യുവാവ് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ട യുവാവിനെ ഇവരാണ് കൊല്ലാൻ സഹായിച്ചേ എന്നുള്ളൊരു കേസിലാണ് ഇവർ രണ്ടുപേരും പിടിക്കപ്പെടുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും അതിനൊരു സഹായമോ കാര്യങ്ങളോ വെച്ചിട്ടില്ല. പക്ഷെ മേലുദ്യോഗസ്ഥന് പിടിപാടുള്ള കാരണം കൊണ്ട് മറ്റുള്ള ഇത് ചെയ്ത കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെ ഇട്ടുകൊടുക്കുന്നു. അപ്പോ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മേലെ ഉദ്യോഗസ്ഥന്മാര് എങ്ങനെയാണ് കീഴെയുള്ള ആൾക്കാരോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. അതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഈ സിനിമയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇട്ടുകൊടുക്കുന്നു. ആ ഇട്ടുകൊടുക്കുന്നതിലും വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആദ്യം സമ്മതിക്കത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും മനസ്സളന്ന് അവരെ ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ റോഷൻ നമ്മുടെ ദിലീഷ് പോത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ഇതിന് കാരണം എന്നുള്ളത്. പക്ഷെ അവിടെയും പെടുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഓൾറെഡി ദിലീഷ് പോത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ റോഷനാണെങ്കിൽ കുറച്ച് സമയത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ റോഷന് സംഭവം മനസ്സിലാവാത്ത ഒരു സീൻ വരുന്നുണ്ട്. ലാസ്റ്റ് ഇവർ രണ്ടുപേരും പെട്ട് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ പോത്തൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് മണ്ടത്തരം കാണിച്ചല്ലോടാ എന്നുള്ളൊരു സീൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അവനക്കും കത്തണത് രണ്ടുപേരും പെട്ടെന്നുള്ളത്. അങ്ങനെയാണ് ഇവൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഒരു ആക്സിഡന്റ് ആയിട്ട് അവൻ മരിക്കുന്നു. നമ്മുടെ പോത്തിനെ പോലീസിൽ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു ചെറിയൊരു മരവിപ്പും കുറെ യാഥാർത്ഥ്യങ്ങളും കുറെ സത്യങ്ങളും എല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ ആക്ടിങ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ചെയ്തു. ഒരു ചില സീക്വൻസ് നമുക്ക് മനസ്സിലിങ്ങനെ കുത്തുന്ന പോലത്തെ ഒരു സീനുകളെല്ലാം അതിലുണ്ട്. ആ ഒരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നുന്നത്. പടം ഒരു രക്ഷയല്ല. റോന്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ കണ്ടോ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ബൈ.